എം.ടിയുടെ വിയോഗത്തിന്റെ തീരാവേദനയിലാണ് മറ്റത്തൂരിലെ ഒരമ്മയും മകളും. അദ്ദേഹവുമായുള്ള ആത്മബന്ധത്തിന്റെ ഓർമ്മകളിലാണ് ഇന്നീ കുടുംബം. തന്നെ 3 വയസ്സുള്ളപ്പോൾ ആദ്യാക്ഷരം എഴുതിച്ച് അറിവിന്റെയും അക്ഷരങ്ങളുടെയും വാതായനം തുറന്നതെന്ന മഹാനായ എഴുത്തുകാരന്റെ വിയോഗം തീരാവേദനയായി മനസ്സിൽ നിറയുകയാണെന്ന് അവിട്ടപ്പള്ളി സ്വദേശിനിയും ഡൽഹിയിലെ നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയിലെ PG 1ാം വർഷ വിദ്യാർത്ഥിനിയുമായ ലക്ഷ്മി നന്ദന പറയുന്നു. ആദ്യാക്ഷരം എഴുതിച്ചത് MT സാറാണ്. എനിക്കറിയില്ല എനിക്കെങ്ങനെയാണ് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത്. എൻ്റെ അച്ഛൻ വഴിയാണെന്ന് അറിയാം. കൂടുതലൊന്നും എങ്ങനെയാണ് എന്താണ് എന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അന്ന് തീരെ ചെറുതായിരുന്നുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് അതിനെക്കുറിച്ച് ഓർമ്മയില്ല. പക്ഷെ സാറിൻ്റെ മുഖം, അതുപോലെ തന്നെ സാർ എന്നെ എഴുതുന്ന സമയത്ത് ഞാൻ സാറിൻ്റെ മോതിരം ചോദിച്ചത്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. അന്ന് എനിക്ക് ആ ഒരു നിമിഷത്തിൻ്റെ വില എന്താണെന്ന് ശരിക്കും അറിയില്ലായിരുന്നു. കാരണം തീരെ ചെറുതായിരുന്നുണ്ട്. പക്ഷെ പിന്നീട് വലുതാകും തോറും MT സാറിൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും എല്ലാം എൻ്റെ ജീവിതത്തിൽ കിട്ടിയ എത്ര വലിയ ഭാഗ്യമായിരുന്നു അതെന്ന് പിന്നീട് ഞാൻ വളരെ സന്തോഷത്തോടെ ഓർക്കാറുണ്ട്. പരേതനായ കൊല്ലക്കാരൻ വീട്ടിൽ ശിവപ്രസാദ് ബിന്ദു ദമ്പതികളുടെ മകളാണ് ലക്ഷ്മി നന്ദന. MT എന്ന എഴുത്തുകാരന്റെ ആരാധകനും അദ്ദേഹത്തിന്റെ കൃതികളുടെ ആസ്വാദകനുമായിരുന്നു ലക്ഷ്മിയുടെ അച്ഛൻ. ഓരോ രചനയും വായിച്ചു കഴിഞ്ഞാൽ ശിവപ്രസാദ് ഫോണിൽ MTയെ വിളിച്ച് തന്റെ വായനാനുഭവം പങ്കുവെക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ മകളെ ആദ്യാക്ഷരം എഴുതിക്കാൻ MT അല്ലാതെ മറ്റൊരാളുടെ പേര് ശിവപ്രസാദിന്റെ മനസ്സിൽ തെളിഞ്ഞില്ല. 2006 ലക്ഷ്മിയെ തിരൂർ തുഞ്ചൻ പറമ്പിലേക്ക് എഴുത്തിരുത്തലിനായി കൊണ്ടുപോയത്. അതിന് 2 ദിവസം മുൻപേ MTയെ വിളിച്ച് തന്റെ മകളെ ആദ്യാക്ഷരം എഴുതിക്കണമെന്ന ആവശ്യം ശിവപ്രസാദ് അറിയിച്ചിരുന്നു. എന്നാൽ മകളെ MTയുടെ മുന്നിൽ എത്തിക്കും മുൻപേ എഴുത്തിനിരുത്തൽ ചടങ്ങ് അവസാനിപ്പിച്ചുകൊണ്ടുള്ള അധികൃതരുടെ അനൗൺസ്മെന്റ് മുഴങ്ങിയത് ശിവപ്രസാദിനെയും ഭാര്യയെയും നിരാശപ്പെടുത്തി. കൊടകരയിൽ നിന്ന് ശിവപ്രസാദ് മകളുമായി എഴുത്തിനിരുത്തലിനെത്തുമെന്നും അതു കഴിഞ്ഞേ താൻ മടങ്ങുകയുള്ളൂവെന്നും സംഘാടകരോട് MT പറഞ്ഞതോടെ അധികൃതർ പ്രത്യേകം അനൗൺസ്മെന്റ് നടത്തി ശിവപ്രസാദിനെയും കുടുംബത്തെയും MTയുടെ മുന്നിലെത്തിക്കുകയായിരുന്നു. എഴുത്തിനിരുത്തലിന് ശേഷം അന്ന് MT കയ്യൊപ്പിട്ട് സമ്മാനിച്ച പുസ്തകം ഇന്നും നിധി പോലെ ലക്ഷ്മി നന്ദന സൂക്ഷിക്കുന്നു. എഴുത്തുകാരനും വായനക്കാരനും തമ്മിലുള്ള ബന്ധത്തിനും അപ്പുറം ഗുരുവും ശിഷ്യനും എന്ന തരത്തിലുള്ള വാത്സല്യം കലർന്ന ബന്ധമായിരുന്നു ശിവപ്രസാദും MTയും തമ്മിലെന്ന് ബിന്ദു ഓർമ്മിക്കുന്നു. വളരെ സൗമ്യമായിട്ട് തന്നെ സംസാരിക്കാറുണ്ട്. വായിച്ച പുസ്തകം MTയുടെ കാലം, അതേപോലെ തന്നെ അസുരവിത്ത്, മഞ്ഞ്, 2ാം മൂഴം, ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളാണ് 2ാം മൂഴവും അതുപോലെ തന്നെ കാലവും. പിന്നെ അതിനെ പറ്റിയിട്ടൊക്കെ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. പ്രസാദ് സാറിൻ്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഫോൺ ഞങ്ങളുടെ അടുത്ത് തരും. ഞാനും മോളും സംസാരിക്കാറുണ്ട്. വളരെ സ്നേഹത്തോടു കൂടി തന്നെ ഞങ്ങളോട് സംസാരിക്കാറുണ്ട്. മോളെ എഴുത്തിനിരുത്തി പോരണ സമയത്ത്, തിരിച്ചു വരണ സമയത്ത് അവൾക്ക് സ്നേഹത്തോടു കൂടി ഒരു പുസ്തകം MT സാർ സൈൻ ചെയ്ത് തരികയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം മോൾക്ക് ഒരു പുസ്തകം ആൾ സൈൻ ചെയ്ത് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. മോളോട് സംസാരിച്ച് കഴിയുമ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് ഒരു പുസ്തകം, അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞിട്ടും ഒരു പുസ്തകം കൂടെ മോൾക്ക് സൈൻ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പുതിയ പുസ്തകത്തിന്റെ കോപ്പി സ്നേഹസമ്മാനമായി മകൾ ലക്ഷ്മിക്ക് MT തപാൽ വഴി അയച്ചു കൊടുത്തതും ബിന്ദു ഓർത്തെടുക്കുന്നു. അതുല്യനായ എഴുത്തുകാരന്റെ വേർപാടുണ്ടാക്കിയ ദുഃഖം മഞ്ഞുപോലെ മനസ്സിൽ എക്കാലവും ഘനീഭവിച്ചു കിടക്കുമെന്ന് ബിന്ദു പറയുന്നു. TCV കൊടകര.